നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അല്ല, ഈ വെളുപ്പാങ്കാലത്ത് പെട്ടിയും പ്രമാണമൊക്കെ ആയിട്ട് നീ എവിടേക്കാ? ഒരുങ്ങാൻ ഒരു 10 മിനിറ്റ് പോരെ? ആർക്കൊരുങ്ങാൻ? മുത്തശ്ശന്. നമ്മളൊരു യാത്ര പോകുന്നു. എവിടേക്ക്? അതൊന്നും പ്രീ പ്ലാൻ ചെയ്തിട്ടില്ല. നമുക്ക് തോന്നുന്നിടത്തേക്കെല്ലാം പോവാം. മുത്തശ്ശൻ ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടിട്ട് നടത്തിയില്ലെന്ന് വേണ്ടല്ലോ. മുത്തശ്ശന്റെ സന്തോഷമാ എന്റെയും സന്തോഷം, മുത്തശ്ശന്റെ ഇഷ്ടമാ എന്റെ ഇഷ്ടം. സോ കം ഓൺ ഫാസ്റ്റ് ഓൾഡ് മാൻ. എനിക്കൊരു 20 മിനിറ്റ് തരണം, ഞാൻ റെഡി. എന്തേ? പിന്നെ പുറപ്പെടും മുമ്പ് നമുക്ക് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കയറി ഐശ്വര്യമായിട്ട് യാത്ര തുടങ്ങാം. ഓക്കെ? ഓക്കെ, ഡൺ. എന്റെ അർത്ഥനാരീശ്വര ഭഗവാനെ, നീ എന്റെ പ്രാർത്ഥന കേൾക്കണേ, എന്റെ മനസ്സൊന്ന് കാണണേ, ഈ പ്രതിസന്ധിയിൽ നിന്നും എന്നെ ഒന്ന് കരകയറ്റണേ. എന്റെ വിക്കിയെ നീ കാത്തുരക്ഷിക്കണേ. ഒരാപത്തും വരുത്താതെ സുരക്ഷിതനായി താലി കെട്ടി എന്റെ പുരുഷനെ നീ തിരികെ തരണേ. ഞാൻ നിനക്ക് നിറമാല സമർപ്പിച്ചോളാം എന്റെ ഭഗവാനെ. ദേവി, നീ തന്നെ ശരണം. ആശ്രിത വത്സലെ, നീ തന്നെ തുണ. ദേവി, നീ തന്നെ ശരണം. ആശ്രിത വത്സലനെ, നീ തന്നെ തുണ. വാ. മുത്തശ്ശി, അവനിലെ ആ അപരൻ എന്റെ മുമ്പിൽ പൂർണ്ണമായും കീഴടങ്ങിയ മട്ട. ഞാൻ ഫോണിൽ പറഞ്ഞിരുന്നല്ലോ, പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോ അവന്റെ മുഖഭാവമൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. ഇഞ്ചി തിന്ന കൊരങ്ങനെ പോലെ. ഞാൻ അവനെ ഒരിക്കലും തുറക്കാത്ത മാന്ത്രിക പൂട്ടിട്ട പൂട്ടിയത്. അവൻ വീണു, എന്റെ തന്ത്രത്തിൽ അവൻ വീണു. എനിക്ക് ആ ബാങ്കിൽ തമ്പ് ഇംപ്രഷന്റെ കാര്യത്തിൽ അവന്റെ തമ്പ് ചെയ്യിക്കാൻ തോന്നിയ ബുദ്ധിയാ അവനെ കുടുക്കിയത്. ഒരു ഡോക്യുമെന്റ് ലോക്കറിലുണ്ടെന്ന് ഞാൻ വെറുതെ തള്ളി അങ്ങ് വിട്ടു. അതുകൊണ്ടാ അവൻ എന്റെ വലയിൽ വീണത്. ലോക്കറിൽ എന്തോ അലാവുദ്ദീന്റെ അത്ഭുത വിളക്കുണ്ടാവുന്ന കരുതിയാ അവൻ എന്റെ കൂടെ ബാങ്കിൽ വന്നത്. അല്ലാതെ തമ്പെന്നോ മറ്റോ പറഞ്ഞിരുന്നെങ്കിൽ ആ വഴിക്ക് അവൻ എന്റെ ഒപ്പം വരില്ലായിരുന്നു. എന്തായാലും മിഷൻ സക്സസ്. അങ്ങനെ സക്സസ് ആയിന്ന് പറയാൻ വരട്ടെ. അവൻ കീരിയാ, വെറും കീരിയല്ല, ചെങ്കീരി. അവസരം കിട്ടിയ അവൻ തിരിച്ചു കടിക്കും. അവൻ സന്ദർഭത്തിൽ ബാങ്ക് മാനേജറുടെയും പിന്നെ നിന്റെയും മുന്നിൽ കുടുങ്ങിപ്പോയതാ. ആ ഒരു നിമിഷത്തിൽ അവന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു ഉപാധി നീ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ സറണ്ടറായിന്ന് അവൻ നിന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാവും. സൂക്ഷിക്കണം, കരുതലുണ്ടാകണം. ഇനിയുള്ള ഓരോ നിമിഷവും അർദ്ധനാരീശ്വരൻ നമ്മളെ രക്ഷിക്കും. ആഹാ, കൊള്ളാലോ. ഇന്നെന്താ പ്രത്യേകത? സദ്യ വട്ടം ഒരുക്കുന്നതിന് മണം കിട്ടിയല്ലോ. അഞ്ജലി പറഞ്ഞിട്ടാ സദ്യയും പായസം ഒക്കെ വേണോന്ന്. അതെന്താ, ഇന്ന് അഞ്ജലിയുടെ ബർത്ത്ഡേ മറ്റോ ആണോ? അതൊന്നുമല്ല, ഇന്ന് ഈ വീട്ടിലെ എല്ലാവർക്കും ഒരു സർപ്രൈസ് തരുമെന്നാ അവള് പറഞ്ഞിരിക്കുന്നെ. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അത് സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുക അവള്. ഷടാ, ഇവളത് എന്ത് സസ്പെൻസാ ഇപ്പൊ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നെ? ഞാനറിയാത്ത എന്ത് കാര്യമായി വീട്ടിലുള്ളത്? ഇനി അവളെങ്ങാനും ക്യാരിയിങ് ആയിരിക്കോ? എന്താ നീ ആലോചിച്ചു നിൽക്കുന്നേ? ഏയ്, ഒന്നുമില്ല. എന്ത് സസ്പെൻസ് ആയിരിക്കും ഞാൻ ചിന്തിച്ചതായിരുന്നു. അതൊന്നും അറിയില്ല. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവളുടെ മുഖത്ത് ഒരു രക്തപ്രസാദം കണ്ടു. ഇത്രയും നാളും എന്തോ ഒരു മാനസിക പ്രശ്നം അവളെ അലട്ടിയിരുന്നു. അതിപ്പോ ഇല്ലാതായിരിക്കുന്നു എന്നാ എന്റെ ഒരു തോന്നല്.
ഇത്ര പുലർച്ചെ എഴുന്നേറ്റ് അവൾ ഉത്സാഹത്തോടെ ക്ഷേത്രത്തിലേക്ക് പോയതും ഏതോ ഒരു വലിയ സന്തോഷത്തിന്റെ ഭാഗമാ. എന്നാലും അഞ്ജലി നിങ്ങളോട് കാര്യം എന്താണെന്നതിനെ പറ്റി ഒരു സൂചനയും തന്നില്ലേ? ഇല്ലെന്നേ. അവളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് നമ്മൾ എങ്ങനെ അറിയാനാ? എന്റെ ബലമായ സംശയം ഇനി അവള് പ്രഗ്നന്റ് ആണോ എന്നുള്ളതാ. രാവിലെ തന്നെ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദം തൊട്ടപ്പോ ഒരു സുഖം. വിക്കി തിരിച്ചു വരുന്ന ദിവസം ആയതുകൊണ്ടാവും അഞ്ജലിക്ക് ഒരു മുഖപ്രസാദം. നിങ്ങൾക്കിടയിലെ ഗ്യാപ്പ് ഇന്നത്തോടെ അവസാനിക്കുകയാണല്ലോ. നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. വാ, നമുക്ക് പോവാം വിക്കിയുടെ അടുത്തേക്ക്. പോവാം. പക്ഷെ അഞ്ജലി എന്റെ ഫോൺ മേടിച്ചു വെച്ചിരിക്കുന്നതിൽ എനിക്ക് ആരെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചാച്ചനുള്ളപ്പോ നമ്മൾ അവിടെ എത്താൻ പാടില്ല. അത് അപകടമാണ്. ഞാൻ തന്റെ കൂടെ കൂടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാ അയാൾ എനിക്കിട്ടും പണി തരും. കണ്ണിച്ചോറില്ലാത്തവനാ. എടോ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരു നിവൃത്തി ഇല്ലാത്തോണ്ടാ ആ സാഹചര്യത്തിൽ എനിക്ക് അയാളെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് അവിടുത്തെ ഒരു സ്ഥിതിഗതികളൊക്കെ അറിഞ്ഞ ശേഷം നമുക്ക് അവിടെ എത്താനാവൂ. അഞ്ജലി, എന്റെ ഫോണൊന്ന് തരുമോ? ഞാൻ ചാച്ചനൊന്ന് വിളിക്കട്ടെ. ഇല്ലെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോവും. പ്ലീസ്. താങ്ക് യു. ഏയ്, അതെ, സ്പീക്കറിലിട്ടെ. ഇടാം. വിക്കി പറയ്. അത് പിന്നെ അഞ്ജലിക്ക് വിക്കി ഒന്ന് കാണണമെന്ന് പറയുന്നു. ഞാൻ എന്താ ഇപ്പോ മറുപടി പറയണ്ടേ? അഞ്ജലിക്ക് വിക്കിയെ കാണണമെന്നോ? വേണ്ട വേണ്ട, അതൊക്കെ കുഴപ്പം പിടിച്ച പണിയാ. ആവശ്യമില്ലാത്ത ഏർപ്പാടിനൊന്നും നീ കൂട്ടു നിൽക്കണ്ട. ചാച്ചാ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ അഞ്ജലിക്ക് വാക്ക് നൽകിപ്പോയതാ. വിക്കിയെ ഒരു ദിവസത്തിനുള്ളിൽ കാണിക്കാമെന്ന്. അങ്ങനെ എനിക്ക് വാക്ക് കൊടുക്കേണ്ടി വന്നു. നീ ഇപ്പൊ എന്തിനാ വെറുതെ ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുത്തത്? അവൾ ഇവിടെ വന്ന് നമ്മുടെ താവളം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, എടാ മണ്ട, അത് പിന്നെ ഇത്രയും നാൾ നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ ആവില്ലേ? ഒടുവിൽ നീ തന്നെ കുടം കൊണ്ടിട്ടങ്ങ് ഉടയ്ക്കുവോ? അയ്യോ ഇല്ല ചാച്ചാ, നമ്മുടെ പദ്ധതിയൊക്കെ അഞ്ജലി തിരിച്ചറിഞ്ഞു. അല്ലാതെ ചാച്ചൻ പറഞ്ഞ പോലെ കല മുടക്കാനായിട്ട് ഞാൻ നിൽക്കുവോ? എനിക്ക് വേറെ വഴിയൊന്നും ഇല്ല ചാച്ചാ. വേണ്ട, ഏതായാലും ഇരിക്കുന്ന കൊമ്പ് നമ്മൾ തന്നെ മുറിക്കണ്ട. താഴെ പോകും. എല്ലാം അടപടലം തന്നെ താഴെ പോകും. നീ ആ പെങ്കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്ക്. വേറെ വഴിയില്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. പക്ഷേ അഞ്ജലി പിടി വിടുമെന്ന് തോന്നുന്നില്ല. ഞാനൊന്ന് പുറത്തു പോകും. ഉച്ച കഴിഞ്ഞേ മടങ്ങി വരൂ. ഓ, എന്നാ പിന്നെ ചാച്ചൻ പോയിട്ട് വാ. ഞാൻ അപ്പോഴേക്കും വരാൻ നോക്കാം. ശരി. മോളെ, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? നീ വിക്കി ഇല്ലാതെ എന്തിനാ തനിച്ചു നിൽക്കുന്നേ? എന്താ കാര്യം? രണ്ടും കൂടി എന്തേലും വഴക്ക് കൂടിയോ? അല്ല, പതിവില്ലാത്തൊരു നിപ്പ്. ഒന്നുമില്ല കുഞ്ഞമ്മേ, വെറുതെ കാറ്റുകൊള്ളാന്ന് ചിറങ്ങിയതാ. ചെറിയൊരു തുമ്മല്. അതാ ഞാൻ മുറിക്ക് പുറത്തിറങ്ങി നിൽക്കാന്ന് കരുതിയേ. നേരെ ഇത്ര ആയില്ലേ മോളെ? പോയി കിടന്ന് ഉറങ്ങ്. മോളെ, വെറുതെ എന്തിനാ ഇവിടെ നിന്ന് ഉറക്കം കളയുന്നേ? പോയി കിടന്ന് ഉറങ്ങ്. ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ നിന്നിട്ട് പൊയ്ക്കോളാം. എന്റെ ബോഡിയും മൈൻഡും ഒക്കെ ഒന്ന് റീഫ്രഷ് ആയിക്കോട്ടെ. അപ്പൊ അത് തന്നെയാ കാര്യം. എന്റെ ഊഹം തെറ്റിയില്ല. രണ്ടും കൂടി പിണങ്ങിയല്ലേ? തോന്നി. അഞ്ജലി, ഈ പിണക്കങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തില് സാധാരണ അല്ലേ? ചെറിയ ചെറിയ കാരണങ്ങളാണെങ്കിൽ അതങ്ങ് വിട്ടേക്കണം. ഒന്നുമില്ലെങ്കിലും രണ്ടും കൂടി നാടിളക്കി പ്രണയം നടത്തിയ താരങ്ങളല്ലേ? മോള് ചെല്ല്, പോയി കിടന്നുറങ്ങ. ചെല്ലു മോളെ. കുഞ്ഞമ്മേ, ഒരു സഹായം ചെയ്യോ? ഒരു അത്യാവശ്യം. പറയ്. അതാ
ഇത്രയേ ഉള്ളൂ കാര്യം. ശരി, ഇപ്പൊ വരാം. രണ്ടുപേരും കൂടി കല്ലേറ് കിട്ടിയതുപോലെ കയറും പൊട്ടിച്ച് പായുന്നുണ്ടല്ലോ. എവിടേക്കാ പോയത്? അത് നീ എന്തിനാ അറിയുന്നേ? ഞങ്ങള് ഭാര്യയും ഭർത്താവും കൂടി ഇഷ്ടമുള്ളിടത്തേക്ക് പോവും. അതിന് നിനക്ക് മുൻകൂട്ടി നോട്ടീസ് നൽകി നിന്റെ പെർമിഷൻ വാങ്ങിക്കണം. അതൊന്നും വേണ്ട. പക്ഷേ നിങ്ങൾ പോയത് എവിടേക്കാണെന്ന് എനിക്കറിയാം. പറയേ, കേക്കട്ടെ. ആശുപത്രിയിലേക്കല്ലേ നിങ്ങൾ പോയത്? നിന്റെ പ്രഗ്നൻസി ടെസ്റ്റ് നടത്താനല്ലേ നീയും വിക്കിയും കൂടെ ആശുപത്രിയിലേക്ക് പോയത്? ഈശ്വര, കാത്തു. ഞാൻ വിചാരിച്ചു ഇനി ഇവളെന്റെ പിന്നാലെ വല്ലോ വന്ന് കാര്യങ്ങൾ കണ്ടെത്തിന്ന്. രക്ഷപ്പെട്ടു. എന്റെ ഇത്രയ്ക്കങ്ങ് ആലോചിക്കാൻ. സത്യാണോ മോളെ? ഇവള് പറഞ്ഞത് സത്യമാണോ? നിനക്ക് വിശേഷം വല്ലതും ഉണ്ടോ? നിന്റെ ഇന്നലത്തെ പരുങ്ങലും ഇപ്പോഴത്തെ വിഷമമൊക്കെ കണ്ടപ്പോ എനിക്ക് സംശയം തോന്നിയതാ. എനിക്ക് വിശേഷം ഉണ്ടെങ്കിൽ അതാദ്യം അറിയുന്നത് ആരാ? അച്ഛമ്മയും കുഞ്ഞമ്മയും. പിന്നെ മുത്തശ്ശി പോലും അറിയൂ. അങ്ങനെയുള്ളപ്പോ എന്റെ പ്രഗ്നൻസി ഞാൻ തിരിച്ചറിയേണ്ടത് ദേ ഇവള് പറഞ്ഞിട്ടായിരിക്കണോ? ശ്വേത ഇന്നലെ വല്ല സ്വപ്നവും കണ്ടു കാണും. ഉള്ളത് പറഞ്ഞ കള്ളന് തുള്ളല് കയറും. അഞ്ജലി പ്രഗ്നന്റ് ആണോന്ന് നോക്കാനാ പോയത്. നോക്കിയപ്പോ അല്ല. അത്ര തന്നെ. അതാ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ രണ്ടും കൂടെ ഓടിപ്പോയിട്ട് ഇപ്പൊ കുന്നം വിഴുങ്ങിയ മാതിരി ആരോടും മിണ്ടാതെ തിരിച്ചു വന്നിരിക്കുന്നു. ആണോ മോളെ? ഇവള് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അതോ ഇവളിവളുടെ തോന്നൽ വിളിച്ചു പറയാണോ? എനിക്കറിയില്ല. കള്ളം കള്ളം അഞ്ജലി പറയുന്ന. പേടിച്ചിട്ട് സത്യം പറയാതെ നിൽക്കുക അവള്. കാരണം ഇത് സത്യമായാലേ അഞ്ജലി അങ്കിളിന് കൊടുത്ത വാക്കേ ജലരേഖ പോലെ ആയില്ലേ? ഛേ, ഇത് പണ്ടാരോണ്ട് പറഞ്ഞതുപോലെ ആയല്ലോ. എടി ശ്വേതേ, ഇനി നീ പറയുന്നത് പോലെ അഞ്ജലി പ്രഗ്നന്റ് ആയെന്ന് തന്നെ ഇരിക്കട്ടെ. അതിനെന്താ കുഴപ്പം? നിന്റെ കെട്ടിയോനോ അതോ നിന്റെ മാമിയുടെ മോനൊന്നും അല്ലല്ലോ അതിന് ഉത്തരവാദി. അത് അഞ്ജലിയുടെ കഴുത്തിൽ താലി കെട്ടിയ വിക്കി തന്നെയല്ലേ അതിന് ഉത്തരവാദി. പിന്നെ നിനക്ക് എന്താടി ഇത്ര സൂക്കേട്? ദേ, ചുമ്മാ കുറെ നാളെ നീ വെറുപ്പിക്കുന്നു. ഇനി കുറച്ചൊക്കെ ഒന്ന് കുറയ്ക്കേ. മോള് പോയി കിടന്നു. ചെല്ല്. ശരി. ഇന്നത്തേക്കുള്ളത് വയറു നിറച്ച് ജലജ തന്നില്ലേ? ഇനിയും വേണോ? പോയി കിടന്നുറങ്ങടി. മനോരഞ്ജിനി സുരംഗണി സൂപ്പർ സുര സുന്ദരി. നല്ല ചരിതം കഥയിലതമയന്തിയോ കണ്ണു ആശ്രമത്തിൻ കാവ്യശകുന്തളയോ ഓമർ ഖയാമിൻ കവിത തുളുമ്പുന്ന മധുപാത്രമോ. അഞ്ജലി, നീ എന്തിനാ എന്നെ ഇങ്ങനെ ഭയപ്പെടുന്നേ? തത്വത്തിൽ ഞാൻ അപരനാണെങ്കിലും ഫിസിക്കലി ഞാൻ നിന്റെ വിക്കി തന്നെയല്ലേ? ഇനി മുതൽ അങ്ങോട്ട് നീ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം ഈ അപരൻ അംഗീകരിക്കാൻ. ഇല്ലെങ്കി നിന്റെ വിക്കിയുടെ ഫിസിക്കൽ കണ്ടീഷൻ വളരെ മോശവും. അത് വേണ്ടെങ്കിൽ നീ എന്നെ അനുസരിച്ചേ മതിയാവൂ. പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്. എന്റെ വിക്കിയെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളാ ഞാൻ. എന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷനല്ലാതെ മറ്റൊരാളെ എനിക്ക് ചിന്തിക്കാൻ കൂടി സാധിക്കില്ല. പ്ലീസ് എന്നെ വെറുതെ വിടണം. ഞാനും എന്റെ വിക്കിയും തമ്മിലുള്ള മാനസിക അടുപ്പം തനിക്കറിയാഞ്ഞിട്ടാ. ഒരാത്മാവും രണ്ട് ശരീരവും. പ്ലീസ് അതൊന്ന് മനസ്സിലാക്ക്. എടോ, ആത്മാവങ്ങ് പോട്ടേന്ന്, എന്നിട്ട് ശരീരം അതിങ്ങ് വരട്ടെ. എനിക്കത് മതി. അല്ലെങ്കിൽ തന്നെ എന്ത് കണ്ടിട്ടാടി നീ അവനെ പ്രേമിച്ചത്? കിഴങ്ങൻ. അവനും അവന്റെ തന്തയ്ക്കേ മാത്തമാറ്റിക്സ് മാത്രമാണ് അവരുടെ ലോകം.
ഈ ഭൂലോകത്തിന്റെ സ്പന്ദനമൊക്കെ മാത്തമാറ്റിക്സിലാണെന്ന അച്ഛന്റെയും മോന്റെയും കണക്കുകൂട്ടൽ. പണം ഉണ്ടാക്കല്, ബിസിനസ്, എതിരാളികളെ അടിച്ചമർത്തൽ, ഇതൊക്കെ അല്ലാതെ എന്തറിയാടി നിന്റെ വിക്കിക്കും അവന്റെ തന്തയ്ക്കും? ഇതിന്റെ ഒക്കെ ഇടയിലേ അവൻ എവിടുന്നാടി നിന്നെ സ്നേഹിക്കാൻ സമയം? അതുകൊണ്ട് ആ കേട് നമുക്കങ്ങ് തീർക്കാന്നേ. അഞ്ജലി വാ. അയ്യോ കരയല്ലേ, ചിരിക്കുന്നേ അഞ്ജലി. ചിരിച്ചുകൊണ്ട് വേണം നമ്മുടെ ആദ്യ സംഗമം ആരംഭിക്കാൻ. ചിരിക്കുന്നേ. ഇല്ലെങ്കി ഞാനിപ്പോ ഫോൺ അങ്ങ് എടുക്കും, എന്നിട്ട് ചാച്ചനെ അങ്ങ് വിളിക്കും. പിന്നെ വേണ്ട പ്ലീസ് വിളിക്കണ്ട. എങ്കിൽ എന്റെ അഞ്ജലി മോളൊന്ന് ചിരിച്ചേ. അന്തരംഗം തരളിതമാകുന്ന അഭൗമിക സുഗന്ധം. ഇവിടത്തെ മുഴുവൻ മുല്ലപ്പൂവിട്ട് സ്പ്രേ ഉണ്ടാക്കിയാലും അത് നിന്റെ ഈ നറുമണത്തിന് തുല്യമാവില്ല. എന്താ ഒരു സുഗന്ധം! ഒരു നമുക്കേ പ്രണയ തടാകത്തിലെ ഹംസങ്ങളാകാം. വാഞ്ജലി നാശം. ആരായാലും കൃത്യ മുഹൂർത്തത്തിന് എന്നെ തടസ്സമായി. ചെന്ന് തുറക്ക, ചെല്ല്. മോളിത് എടുക്കാൻ മറന്നുപോയി, അതാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ശല്യായില്ലല്ലോ അല്ലേ? ദാ എന്നാ കിടന്നോ. മറ്റെന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഞാനങ്ങ് ക്ഷമിച്ചേനെ. പക്ഷേ ഇതിപ്പോ നമ്മൾ കണ്ടില്ലെന്ന് നടിച്ച് ക്ഷമിച്ചു വിട്ടാല് അവളത് വീണ്ടും ആവർത്തിക്കും. എപ്പോഴൊന്നും ചിലപ്പോ അവളുടെ അറ്റംപ്റ്റിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടൊന്നും വരില്ല. ശരി തന്നെയാ, പക്ഷെ നീ പറഞ്ഞതിനൊക്കെ ഒരു സമാധാനം അവക്കും പറയാനുണ്ടാവുമല്ലോ. അവക്ക് പറയാനുള്ളതും കൂടെ കേക്കണം. മോനെ, അഞ്ജലി ആ കൃത്യം ചെയ്തോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇപ്പൊ ഈ കാര്യത്തിൽ ഒരു ഷുവർട്ടി ഇല്ലാതെയാ നമ്മൾ അഞ്ജലിയെ കുറ്റപ്പെടുത്തുന്നത്. ഇവരുടെ സംസാരത്തിനിടയിൽ ഒരു കുത്തില്ലേന്നൊരു സംശയം. ഇനി അഞ്ജലി ഇവരോടെല്ലാം പറഞ്ഞു കാണുമോ? അവളാണ് ചെയ്തത്, അവളത് ചെയ്യും. ഈ വീട്ടിൽ അവൾക്കല്ലാതെ അങ്കിളിനോട് ആർക്കാ വിരോധം? തെറ്റ് ചെയ്ത ശിക്ഷ അനുഭവിക്കണം. നിർത്തടി. എനിക്ക് സംശയം നിന്നെയാ. അഞ്ജലിയെ കൊടുക്കാൻ ഇത് നീ ചെയ്തതാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതേ. ഇതേ ഞങ്ങളുടെ കുടുംബകാര്യോ. ഇതിന്റെ തീരുമാനം ഞങ്ങൾ കുടുംബക്കാരെടുത്തോളാം. വിരുന്ന് വന്നവളെ വീട്ടുകാരിയാവാൻ നോക്കണ്ട കേട്ടോ. ശ്വേത വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കരുത്. ഇവിടുത്തെ പ്രശ്നങ്ങള് ഇന്നല്ലെങ്കിൽ നാളെ തീരും. ഇനി അതിൽമേൽ നീ വലിഞ്ഞു കയറിയിട്ട് ദയവേത് കുത്തിത്തിരിപ്പുണ്ടാക്കരുത്. മതി മതി, നിർത്ത്. നിങ്ങളുടെ അഭിപ്രായം ഞാൻ മാനിക്കുന്നു. അഞ്ജലിയുടെ വേർഷൻ കൂടി നമുക്കൊന്ന് കേൾക്കാം. ജലജെ, അഞ്ജലി ഒന്ന് വിളിക്കേ. എന്റെ ദൈവമേ, എന്താ ഒരു മനസ്സ് കുളിരുന്ന കാഴ്ച! ഇങ്ങനൊരു കാഴ്ച ഇത്ര പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. നിന്റെ ഈ മംഗല്യസൂത്രം ഉണ്ടല്ലോ, അത് ഇന്നത്തോടെ ഞാനങ്ങ് പൊട്ടിച്ചെറിയും. നീ ഇവിടെ കുറെ റാണി കളിച്ചില്ലേ, ഇനി മതി, നിർത്തിക്കോ. ഇനി എന്റെ ഊഴ. ഞാനൊന്ന് റാണി കളിക്കട്ടെ. നാളെ മുതല് പുതിയ പൊറുതി അങ്ങ് ജയിലില്. ഞാൻ ഇത്രയും വേഗം വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല. നിന്റെ വിചാരണയ്ക്ക് വേണ്ടി എല്ലാവരോടും വെയിറ്റിംഗില്. വാ, വാടി ഇവിടെ. പോ ഇങ്ങോട്ട്. അങ്ങോട്ട് പോ. നീ സത്യം പറയാൻ നിനക്കൊരു അവസരം കൂടി തരിക. പറ, കേൾക്കട്ടെ, എല്ലാരും കേൾക്കട്ടെ. നിന്റെ വീരചരിതം പറ. എന്തേ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടോ നിനക്ക്? എനിക്കറിയില്ല ആ വിഷയം എങ്ങനെ എന്റെ അലമാരയിൽ വന്നെന്ന്. അഞ്ജലി, ഇതേ ഇന്നോളം ഞങ്ങൾ മനസ്സുകൊണ്ട് നിന്റെ കൂടെ ആയിരുന്നു. എന്നാ ഇപ്പൊ സ്ഥിതി അതല്ല. നീ സംശയത്തിന്റെ ദൃഷ്ടിയില്ല.
എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ ആരെങ്കിലും പറഞ്ഞ ഉടനെ അവരെ അങ്ങ് എന്നേക്കുമായി ഒഴിവാക്കുന്ന നിന്റെ ആ രീതിയുണ്ടല്ലോ, അത് എവിടുന്നാ നീ പഠിച്ചത്? പറയേ, അന്നാ കോഫിയിൽ വിഷം കലർത്തിയത് നീ തന്നെയാണോ? സത്യമായിട്ട് ഞാനല്ല. എന്റെ നിരപരാധിത്വം ഞാൻ എങ്ങനെയാ നിങ്ങളെ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്? മതി നമ്മുടെ ക്രോസ് വിസ്താരം. ചോദിക്കേണ്ടവർ തന്നെ ചോദിക്കട്ടെ. അപ്പൊ മണിമണിയായി ഇവള് തന്നെ അങ്ങ് പറയും. ചന്ദ്ര, നീ പോലീസിനെ വിളിക്കേ. ചെറിയ അച്ഛാ, അവൾ അങ്ങനെ ചെയ്യില്ല. വെറുതെ പോലീസിനെ വിളിച്ച് ഇതൊരു നാറ്റക്കേസ് ആക്കരുത്. ഇതിന്റെ നാണക്കേടേ അഞ്ജലിക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിനും കൂടിയാ. വിക്കി, നീ ഇനി ഈ കാര്യത്തിൽ ഇടപെടരുത്. നീ പറഞ്ഞുകൊണ്ടാ അന്ന് ഈ സംഭവത്തെ ഞാൻ വിട്ടത്. ഇതിപ്പോ തെളിവ് സഹിതം നമ്മൾ പിടികൂടിയതല്ലേ. അന്നെങ്ങാനും എന്റെ കാര്യം തീർന്നു പോയിരുന്നെങ്കിലോ? അഞ്ജലി മോളെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയ്. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, ചില സമയത്തെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചതാവാം. അഞ്ജലി മോൾ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോടി? ഇല്ല, മനസ്സാ വാച അറിയാത്ത കാര്യം ഇത്. എത്ര ദേഷ്യം വന്നാലും ഒരാളെ കൊല്ലാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. ഞാനല്ല ഇത് ചെയ്തത്. എടുത്തി ചില സമയത്ത് മാത്രം നമുക്ക് തോന്നുന്ന ഒരു മാനസിക പ്രശ്നമാണത്. എടുത്തി ചെയ്തെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പക്ഷേ ആ പോയിസൺ എങ്ങനെ എടുത്തിന്റെ അലമാരയിലെത്തി? അതാണ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം. അഞ്ജലി എടുത്തി വിഷം കലക്കുന്നത് ഇവിടെ ആരും കണ്ടിട്ടില്ല, അതൊക്കെ സത്യം തന്നെയാ. പക്ഷേ ആ പോയിസൺ അഞ്ജലി എടുത്തി എന്തായാലും അലമാരയിൽ സൂക്ഷിക്കാനൊന്നും പോകുന്നില്ല. ഒന്നുകിൽ അഞ്ജലി എടുത്തി പെടുത്താൻ ആരോ ഒരാള് മനഃപൂർവ്വം അലമാരയിൽ കൊണ്ട് വച്ചതായിരിക്കും അത്. അങ്കിളെ കണ്ടില്ലേ, എന്ത് ചെയ്താലും ജാമ്യം എടുക്കാൻ ഇവിടെ തന്നെ ആളുകളുണ്ടല്ലോ. ആരും ആരുടെയും പക്ഷമൊന്നും പിടിക്കണ്ട. മാധവ് പറഞ്ഞതിലും കാര്യമില്ലേ? ഞാൻ പലതവണ ആ മുറിയിൽ തൂത്തുവാരാൻ കയറിയപ്പോഴൊന്നും ഒരു വാടയോ അല്ലെങ്കിൽ അലമാരയിലോ ഒന്നും കണ്ടതായിട്ട് ഓർക്കുന്നില്ല. മതി, നിർത്ത്. ഇപ്പൊ എല്ലാവർക്കും ന്യായഗതികളൊക്കെ നിരത്താം. എന്നെ അന്ന് മേലോട്ടങ്ങ് എടുത്തിരുന്നെങ്കിലോ? അതുകൊണ്ട് ഞാനങ്ങ് തീരുമാനിച്ചു ഇനി എന്തു വേണമെന്ന്. ഇനി ഇതിൽ ആരും ഇടപെടണ്ട. എനിക്കറിയാം ഇനി ഏത് വഴിക്ക് എന്ത് ചെയ്യണമെന്ന്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാരും കൊള്ളാം. അങ്ങോട്ട് പറയുക. ആഹാ, ബെസ്റ്റ് എത്തിയല്ലോ മനമാല. കെട്ടും കിടക്കേട്ടാണല്ലോ വരവ്. ദേ, ഇവള് വിളിച്ചു പറഞ്ഞിട്ടാണോ താമസം ഇങ്ങോട്ടാക്കാൻ തീരുമാനിച്ചത്? ഇനിയിപ്പൊ ഇവളുടെ തോന്നിയാസങ്ങൾക്ക് കൂട്ടുപിടിക്കാൻ ഒരാളും കൂടി ആയല്ലോ. ഇപ്പഴാ കോറം തികഞ്ഞത്. മോളെ, എന്താ പറ്റിയത്? പറ്റിയില്ല, പക്ഷെ പറ്റിയേനെ. ഉടയ തമ്പുരാൻ രക്ഷിച്ചു. അതെ അതെ അതെ, ശ്രദ്ധിക്കും. ഞാൻ അങ്ങോട്ട് പോവുകയാണേ. എനിക്ക് അല്പം ധൃതിയോ. അതെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞ് തീർപ്പിച്ചുറപ്പിച്ചാൽ മതി. ഞാൻ അതൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതിയാ ഇങ്ങോട്ട് വന്നത്. ദേ, ഈ നിൽക്കുന്ന തള്ള 25 ലക്ഷം രൂപ അഞ്ജലി എനിക്ക് ഇന്ന് തരും, നാളെ തരും, മറ്റന്നാൾ തരുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയി. അത് കിട്ടാൻ വേണ്ടി തന്നെയാ ഇവരെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയി എന്റെ വീട്ടിൽ എന്റെ കൂടെ താമസിപ്പിച്ചത്. ഇനിയിപ്പോ അഞ്ജലി എനിക്ക് പണം തരട്ടെ, അപ്പൊ ആലോചിക്കാം തള്ളയെ കൂടെ കൊണ്ടുപോയി നിർത്തണോ വേണ്ടയോ എന്ന്. അതുവരെ ഈ ട്രോഫി ഇവിടെ ഇരിക്കട്ടെ. ആഹാ, ആ പിന്നെ എന്റെ പണവുമായിട്ട് വന്നിട്ട് മതി ഇനി അങ്ങോട്ടുള്ള കാര്യം. മനസ്സിലായോ? അപ്പൊ എല്ലാരോടും ടാറ്റ ടാറ്റ. ഓക്കെ ഓക്കെ. മോളെ, എന്താ പറ്റിയെന്ന് പറ. അത് യശോദേ, അഞ്ജലിയുടെ മുറിന്ന് ഒരു കവർ കിട്ടി. ആ വിഷം തന്നെയാണ് മുമ്പ് രാജന്റെ കോഫിയിൽ കലർന്നിരുന്നേ. അഞ്ജലിയുടെ അലമാരയിൽ എങ്ങനെ വിഷം എത്തി എന്നതാ ഇപ്പൊ ഇവിടത്തെ പ്രശ്നം. അതാണോ? രാജ്മോഹൻ ഒരു കാര്യം ചെയ്യ, പോലീസിനെ വിളിക്ക. എന്റെ ചെറുമകളെ എനിക്ക് 100-ൽ 110% വിശ്വാസമാണ്. അവൾ അത് ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാ. അപ്പൊ പിന്നെ പോലീസിനെ വിളിച്ചോ, ഞങ്ങൾ അകത്തെ മുറിയിലുണ്ടാവും. വാ മോളെ. മുത്തശ്ശി, ഈ മുഹൂർത്തത്തിന് തന്നെ വന്ന് കയറിയല്ലോ. അച്ഛന് വിഷം കോഫിയിൽ ചേർത്ത് നൽകിയത് ഞാനാണെന്ന് പറഞ്ഞുള്ള വിചാരണയെ മുത്തശ്ശി ഇവിടെ കണ്ടത്. സത്യത്തിൽ മുത്തശ്ശി ഇപ്പൊ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ മെഴുകുതിരി പോലെ ഉരുക്കി ഉരുക്കി തീർന്നേന്. അമ്മാവ് മുത്തശ്ശി ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയത് മറ്റൊരു ദുരന്തമായിട്ട് എനിക്ക് തോന്നിയത്. എടി മോളെ, നീ കരുതി പോലുള്ള കാര്യങ്ങളൊന്നും അല്ലത്. അത്
എന്റെ ഒരു പദ്ധതിയായിരുന്നു. എനിക്കിവിടെ ഈ സാഹചര്യത്തിൽ നിന്റെ കൂടെ വന്ന് നിൽക്കാൻ ഈ ഒരു വഴിയെ കണ്ടുള്ളൂ ഞാൻ. ഇവിടുത്തെ ഈ അന്തരീക്ഷത്തിൽ നിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ വിടാൻ എനിക്ക് കഴിയോ മോളെ? ജഗന്നാഥന് മൊത്തത്തില് ഇപ്പൊ മാറ്റമൊക്കെയുണ്ട്. ഞാൻ പറയുന്നതൊക്കെ കേൾക്കും. തള്ളേന്നുള്ള വിളിയൊക്കെ ഇപ്പൊ ഇല്ല, അമ്മയെന്നാ വിളിക്കുന്നത്. ഒരുപക്ഷെ അങ്കിൾ ഇപ്പൊ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ പോലീസിനെ വിളിക്കാൻ സാധ്യതയുണ്ട്. പോലീസ് എങ്ങാനും വന്നാ എന്റെ അവസ്ഥ പിന്നെ എന്താവും എന്തോ, പിന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പോലും അറിയില്ല. നീ ഫോണിൽ പറഞ്ഞതെല്ലാം എന്റെ ഓർമ്മയിലുണ്ട്. ഞാൻ സംസാരിക്കാം രാജ്മോഹനോട്. എല്ലാം ശരിയാകും. മോള് സങ്കടപ്പെടണ്ട കേട്ടോ. മുത്തശ്ശി, എന്താ അഞ്ജലിക്ക് പറയാനുള്ളത്? ഞാൻ പറയാം. രാജ്മോഹന് കോഫിയിൽ വിഷം ചേർത്തത് അഞ്ജലിയല്ല. ഞാൻ മോളുമായിട്ട് സംസാരിച്ചു. ഇവളെന്നോട് പറഞ്ഞത് തികച്ചും ന്യായമായ കാരണങ്ങളും കാര്യങ്ങളുമാണെന്ന് എനിക്ക് തോന്നി. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ ആ ദിവസം വിഷമുള്ളിൽ ചെന്ന് രാജ്മോഹൻ അവശത കാട്ടിയപ്പോ ആരാണ് രാജ്മോഹനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ മുൻകൈ എടുത്തത്? അത് അഞ്ജലി തന്നെയാ. അതെ, അഞ്ജലിയാ. കൊല്ലാനായിരുന്നു അഞ്ജലിയുടെ ഉദ്ദേശമെങ്കിൽ പിന്നെ അവൾ അത് ചെയ്യുമായിരുന്നോ? അഞ്ജലി എന്നല്ല, ഇങ്ങനൊരു ലക്ഷ്യം മുന്നിൽ വെച്ച് പ്രവർത്തിച്ച ആരായാലും അത് ചെയ്യുവോ? അഞ്ജലി ഒരാളെ കൊല്ലാൻ കണക്കാക്കി വിഷം നൽകിയിരുന്നെങ്കിൽ ആദ്യം തെളിവുകൾ നശിപ്പിക്കാനല്ലേ ശ്രമിക്കൂ? തന്നെ കൊടുക്കാനുള്ള തെളിവുകൾ സ്വന്തം അലമാരിയിൽ സ്വയബുദ്ധിയുള്ള ആരെങ്കിലും സൂക്ഷിച്ചു വെക്കുവോ? രാജ്മോഹൻ പറ. അത് പിന്നെ അതും ശരിയാ. രാജനെ അപകടപ്പെടുത്താൻ കാട്ടിയ ബുദ്ധി അഞ്ജലി തെളിവില്ലാതാക്കുന്നതിലും കാണിക്കുമായിരുന്നല്ലോ. യശോദ പറഞ്ഞതിലും ഒരു ന്യായമുണ്ട്. അത് സത്യം തന്നെയാ. അഞ്ജലിയുടെ ഒരു വെപ്രാളവും രാജനെ ഹോസ്പിറ്റലിലാക്കാൻ അവള് കാണിച്ചൊരു ആത്മാർത്ഥതയും ഞാൻ ഓർക്കുന്നു. അതെ അതെ, ഞാനും ഓർക്കുന്നുണ്ടേട്ടാ. ഇനിയെങ്കിലും സത്യത്തെ ഒന്ന് തിരിച്ചറിയേ. ഓക്കെ ഓക്കെ, ഞാനത് മനസ്സിലാക്കുന്നു. ഒരു സത്യം കൂടി ഞാൻ ഇനി പറയാം. ഈ വീട്ടിലുള്ള ആരോ ഒരാൾ തന്നെയാണ് രാജന് കോഫിയിൽ വിഷം ചേർത്ത് നൽകിയിരിക്കുന്നത്.